വെൽക്കം ടു മൈൻഡ് ഫോക്കസ് പ്രോഗ്രാം. ഇന്ന് നാം സംസാരിക്കുന്ന വിഷയം അൺഎംപ്ലോയിഡ് യൂത്ത് ആൻഡ് അതേഴ്സ് ക്വസ്റ്റ്യൻസ്. തൊഴിൽ രഹിതരായ ചെറുപ്പക്കാരും അവർ നേരിടുന്ന ചോദ്യങ്ങൾ, ഇതാണ് വിഷയം. ഏതെങ്കിലും ഒരു കോഴ്സ് കഴിഞ്ഞിറങ്ങുന്ന ഒരു വ്യക്തി പുറത്തോട്ടിറങ്ങിയാൽ എല്ലാവരും ചോദിക്കും, തനിക്ക് ജോലിയായോ? ഇയാൾക്ക് ജോലി എന്തെങ്കിലും കിട്ടിയോ? ജോലിക്കൊക്കെ ശ്രമിക്കുന്നില്ലേ? കുഴപ്പമില്ല, ഇത് നല്ല ചോദ്യമാണ്, അല്ലെങ്കിൽ ഇതിനകത്ത് പ്രശ്നമില്ല എന്ന് തോന്നാം. വഴിയിൽ വെച്ച് കാണുമ്പോൾ ചോദിക്കും, മാർക്കറ്റിൽ വെച്ച് കണ്ടാൽ ചോദിക്കും, ഏതെങ്കിലും ഷോപ്പിൽ വെച്ച് കണ്ടാൽ ചോദിക്കും. അവർക്ക് പുറത്തിറങ്ങാനൊക്കെ ചിലപ്പോൾ ചർച്ച വെച്ച് കണ്ടാൽ ചോദിക്കും, അല്ലെങ്കിൽ അമ്പലത്തിൽ വെച്ച് ചോദിക്കും. ഇങ്ങനെ പുറത്ത് പോകുമ്പോഴൊക്കെ ആളുകൾ, എല്ലാവരും അല്ല, കുറച്ച് പേർ ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഈ ചോദ്യം കേൾക്കുന്ന വ്യക്തിയുടെ മനസ്സെന്താണ് എന്ന് ചോദിക്കുന്നവർ പലപ്പോഴും ചിന്തിക്കാറില്ല. കാരണം അവർ ആകുലരാണ്. അവർക്ക് തന്നെ ഇതിൽ വിഷമമുണ്ട്, ജോലി കിട്ടാത്തതിൽ. അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഒരു പക്ഷേ അവരുടെ കൂടെ പഠിച്ചിരുന്നവർക്ക് ജോലി കിട്ടി, അപ്പോഴത്തന്നെ അവർക്ക് കുറ്റബോധമാണ്, വിഷമമാണ്. ചിലപ്പോൾ ബന്ധത്തിൽ ആർക്കെങ്കിലും ജോലി കിട്ടി, ബന്ധുക്കളുടെ ഇടയിൽ ആർക്കെങ്കിലും ജോലി കിട്ടി. അപ്പോൾ വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ ചോദിക്കും, തനിക്ക് ജോലിയായില്ലേ എന്ന് ചോദിക്കാറുണ്ട്. അച്ഛൻ വിദേശത്തായിരിക്കും, അദ്ദേഹത്തിന് പ്രായമായി വരുന്നു. നിങ്ങൾക്ക് ഒരു ജോലി കിട്ടിയിട്ട്, അല്ലെങ്കിൽ നിനക്ക് ഒരു ജോലി കിട്ടിയിട്ട് വേണം പുള്ളിക്കാരൻ നാട്ടിൽ തിരിച്ചു വന്ന് വിശ്രമ ജീവിതം നയിക്കാൻ. അങ്ങനെ പറയുന്ന കുടുംബങ്ങളുണ്ട്. അതുപോലെ ചില പ്രൈവറ്റ് സ്ഥാപനത്തിലായിരിക്കും, വലിയ വരുമാനമൊന്നും ഇല്ലാത്ത ആളായിരിക്കും. വലിയ ജോലി ആണെങ്കിൽ പോലും മകന് എല്ലാം കണ്ടീഷൻസ് വെച്ചിട്ട്, അല്ലെങ്കിൽ മകനോ മകൾക്കോ കണ്ടീഷൻസ് വെച്ചിട്ട് വീട്ടുകാർ പറയാറുണ്ട്. ചിലപ്പോൾ ചില വീടുകളിൽ സഹോദരനോ സഹോദരിക്കോ ജോലി കിട്ടി, പ്രൈവറ്റ് ആവട്ടെ അല്ലെങ്കിൽ ഗവൺമെൻറ് ആവട്ടെ. വല്ലാത്ത വിഷമമായിരിക്കും. ഈ ജോലി കിട്ടാത്ത ആളിനെ സംബന്ധിച്ച് വലിയൊരു വിഷമമായിരിക്കും. അതുപോലെ ചില സഹോദരങ്ങൾക്ക് വിദേശത്ത് പോകാനുള്ള അവസരം കിട്ടി, അപ്പോഴും ഈ ജോലി കിട്ടാത്ത ആളിനെ സംബന്ധിച്ച് വല്ലാത്ത വിഷമമാണ്. എല്ലാ പേരും ഇങ്ങനെ ചോദിക്കും. ചില വീടുകളിൽ പറയും, നിൻ്റെ സഹോദരിക്ക് ഒരു കല്യാണാലോചന വരുന്നുണ്ട്, നിനക്കൊരു ജോലി ഉണ്ടെങ്കിൽ ആ കല്യാണം നമുക്ക് അന്തസ്സോടുകൂടി നടത്താൻ പറ്റും. ഇങ്ങനെ ചിലപ്പോൾ കണ്ടീഷൻ വയ്ക്കാറുണ്ട്. അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അനുഭവിക്കുന്ന വ്യക്തി മനസ്സുകൊണ്ട് നിരാശനായിരിക്കും. അതുകൊണ്ട് തന്നെ പലപ്പോഴും എന്തു ചെയ്യും, വീട്ടിൽ നിൽക്കാതെ പലരും പുറത്തിറങ്ങി കറങ്ങാൻ പോകുന്നതിൻ്റെ ഒരു കാരണം ഇതായിരിക്കും. കൂട്ടുകാരുമായിട്ട് കറങ്ങാം, ഒന്നും അറിയണ്ടല്ലോ ആ സമയത്ത്. അല്ലെങ്കിൽ ദൂരെ എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വരിക. ആ സമയത്ത് വീട്ടുകാരുടെ ശല്യം അല്ലെങ്കിൽ വീട്ടുകാരുടെ ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. അപ്പം നാട്ടുകാരുടെ ശല്യം ഒഴിവാക്കാനായിട്ട് പല ആളുകളും ചെയ്യുന്നത്, വീട്ടിൽ നിന്ന് ചിലർ പുറത്തിറങ്ങില്ല. ഇറങ്ങിയാൽ വഴിയിലൊക്കെയുള്ള ചില ആൾക്കാരുണ്ട്, അവർ സ്ഥിരമായിട്ട് ഇങ്ങനെ ചോദിക്കും. അപ്പം അതൊഴിവാക്കാനായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുന്നവരുണ്ട്. അവരെന്ത് ചെയ്യും, മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ ഒക്കെ സമയം ചെലവഴിച്ച് ഇങ്ങനെ അഡിക്റ്റായിട്ടിരിക്കും. അപ്പം അത് മറ്റൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. ചില വ്യക്തികൾ എന്തു ചെയ്യും, ചില വ്യക്തികൾ ചിലപ്പോൾ പ്രേമത്തിലൊക്കെ ചെന്ന് ചാടും. എന്നിട്ട് മനസ്സുകൊണ്ട് കരുതും, ഈ കുട്ടിയാണ് അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടി, അവളാണ് എൻ്റെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്, അവൾക്ക് എന്നെ അറിയാം, അവൾ മാത്രമാണ് എന്നെ കുറ്റപ്പെടുത്താത്തത്, ഒറ്റപ്പെടുത്താത്തത്, എനിക്ക് വേണ്ട സപ്പോർട്ടൊക്കെ തരുന്നത് ആ കുട്ടിയാണ് എന്നങ്ങ് കരുതും. യഥാർത്ഥത്തിൽ ആ കുട്ടിയും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരിക്കും. അവളുടെ വിഷമങ്ങളൊക്കെ പങ്കുവയ്ക്കാനായിരിക്കും ഇങ്ങനൊരു ബന്ധത്തിൽ അവളും ചെന്ന് ചേർന്നത്. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ അപക്വമായ പ്രേമത്തിൽ ഇടപെടുന്നതും ഇങ്ങനെയുള്ളവരായിരിക്കും. ചില ആളുകൾ ഇതുപോലുള്ള പ്രഷർ ഒഴിവാക്കാനായിട്ട് ചിലപ്പോൾ വല്ല പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് അങ്ങോട്ട് ചാടും. ചിലപ്പോൾ സ്വന്തമായിട്ട് ഏതെങ്കിലും ബിസിനസ് തുടങ്ങാമെന്ന് വിചാരിക്കും. നാട് മൊത്തം ബിസിനസ്സല്ലേ, പലരും ചെയ്യുന്നതെന്ന് തോന്നും. നമ്മൾ കാണുമ്പോൾ സിറ്റിയിലോ അല്ലെങ്കിൽ ടൗണിലൊക്കെ ഇറങ്ങുമ്പോൾ ഒത്തിരി ചെറിയ ചെറിയ വ്യാപാര സ്ഥാപനങ്ങൾ, അവിടെ ലാഭം ഉണ്ടാകുന്ന ബിസിനസ് എന്ന് നമ്മൾ തോന്നിപ്പോകും, അല്ലെങ്കിൽ നല്ല ബിസിനസ് നടക്കുന്ന സ്ഥലം. അതുപോലെ ഒന്ന് തുടങ്ങാം എന്ന് കരുതി ചില ആൾക്കാർ വിദ്യാഭ്യാസവും യോഗ്യതയും പരിശീലനവും ഒക്കെ മറന്നിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെന്ന് ചാടും.
അതും പലപ്പോഴും ഫ്ലോപ്പായി പോകുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. ചില വ്യക്തികളാണെങ്കിൽ ഇതിന് പുറമെ ഏതെങ്കിലും ജോലി കിട്ടിയാൽ മതിയെന്നും പറഞ്ഞിട്ട് എവിടെയെങ്കിലും കയറിപ്പറ്റും. പക്ഷേ അവർ പഠിച്ചതുമായിട്ട് ബന്ധമില്ലാത്തതോ അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ എന്തു ചെയ്യും, അതിൽ നിന്ന് തിരിച്ചു വരുമ്പോഴത്തേക്ക് പിന്നെ ഇരട്ടി ബുദ്ധിമുട്ടായിരിക്കും. എങ്ങനെയെങ്കിലും ഇരുന്നൊരു ജോലി കിട്ടിയപ്പം അതും കൂടെ നീ നഷ്ടപ്പെടുത്തി എന്ന് പറയും. അല്ലെങ്കിൽ നേരത്തെ ചോദിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പോൾ എന്തായി, കുറച്ച് നാൾ ജോലിക്ക് പോയിട്ട് ഇപ്പോൾ ജോലിക്ക് പോകുന്നില്ലേ, അവിടെ നിന്ന് പിരിച്ചു വിട്ടോ, ഇങ്ങനെയുള്ള കുത്തുവാക്കുകൾ പറയും. വീട്ടുകാരോട് പറയാൻ ഉദ്ദേശിക്കുന്ന, മാതാപിതാക്കളോടും അടുത്ത ബന്ധുക്കളോടും പറയുന്നത്, ഒരു വ്യക്തി, നിങ്ങളുടെ മകൾ ഒരു പഠിച്ചു കഴിഞ്ഞിട്ട് ജോലിക്ക് വേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ പ്രാഥമികമായിട്ട് ആ വ്യക്തിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അയാൾ അത് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഈ പഠിച്ച് തീരുന്നത് വരെ ആ വ്യക്തി എങ്ങനെയായിരുന്നു. അത്യാവശ്യം അച്ചടക്കവും അനുസരണബോധവും ഒക്കെ ഉള്ള ഒരാൾ, അല്ലെങ്കിൽ വലിയ കുഴപ്പങ്ങളൊന്നും സൃഷ്ടിക്കാതെ വളർന്നു വന്ന ഒരു മകനോ മകളോ ആണെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് ഒരു ജോലി കിട്ടണമെന്ന് സ്വന്തം താല്പര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അയാൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ശ്രമിച്ച് കിട്ടാതിരിക്കുമ്പം അയാൾക്ക് തന്നെ ഒരു കുറ്റബോധവും വിഷമവും സങ്കടവും നിരാശയൊക്കെ ഉണ്ടാവും. വളർന്നു വന്ന രീതി കുഴപ്പമില്ലാത്ത ഒരാളാണെങ്കിൽ അയാൾക്ക് വേണ്ട സപ്പോർട്ട് നിങ്ങൾ കൊടുക്കുക, ഒരു സമാധാന അന്തരീക്ഷം കൊടുക്കുക. ഒരുപക്ഷെ അയാളുടെ വിഷമം തുറന്ന് പറയുമ്പോൾ അമ്മയും അച്ഛനും ഒക്കെ എന്ത് ചെയ്യണം, അവർക്കൊരു സപ്പോർട്ട്, അത് നിനക്ക് ജോലി കിട്ടും മോനെ, കുഴപ്പമില്ല, നീ ശ്രമിച്ചാൽ മതി, അല്ലെങ്കിൽ കിട്ടുമ്പോൾ കിട്ടട്ടെ, പ്രശ്നമൊന്നുമില്ല എന്നുള്ളൊരു നല്ല വാക്ക് നിങ്ങൾ പറയൂ. അവർക്ക് കൂടുതൽ പഠിക്കാനുള്ള, കൂടുതൽ ജോലി തേടാനുള്ള ഒരു മോട്ടിവേഷൻ അതിലൂടെ അവർക്കുണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കണ്ടീഷനും വെക്കരുത്. ഇപ്പോൾ അച്ഛൻ്റെ റിട്ടയർമെൻറ്റ്, അല്ലെങ്കിൽ അച്ഛൻ ഗൾഫിൽ നിൽക്കുന്നു, അച്ഛന് മറ്റെന്തെങ്കിലും കൂലിപ്പണിയാണ്, അദ്ദേഹത്തിന് സുഖമില്ല, ഇതൊക്കെ പറഞ്ഞാൽ, ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് എങ്ങനെയാണ് ഒരു മകൻ അല്ലെങ്കിൽ മകൾ ജോലി സമ്പാദിക്കുന്നത്? കിട്ടിയാലല്ലേ നടക്കൂ. അപ്പോൾ ഒരു കണ്ടീഷനും അവരോട് വയ്ക്കാൻ പാടില്ല. അതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ വ്യക്തിയും വ്യത്യസ്തരാണ്. അതുകൊണ്ട് തന്നെ ഏത് കോഴ്സ് പഠിച്ചാലും ശരി, ഒരു കോഴ്സ് പഠിക്കുന്ന പല വ്യക്തികൾ, അവർക്കെല്ലാവർക്കും ഒരേ ജോലി കിട്ടാറില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ എല്ലാ വ്യക്തികളും പഠിക്കുന്ന ഒരേ കോഴ്സുകളല്ല. കോഴ്സിൻ്റെ മഹത്വം നമുക്കറിയാം. ഓരോ കോഴ്സിനും മഹത്വമുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് ജോലി കിട്ടുന്ന പല കോഴ്സുകളുണ്ട്. അത് പക്ഷേ നിങ്ങളുടെ മകൻ അത് ഇഷ്ടമുണ്ടാവില്ല. അയാളുടെ ടേസ്റ്റ് വേറെ എന്തെങ്കിലും പഠിക്കാനായിരിക്കും. അങ്ങനെ പഠിച്ചു വരുമ്പോൾ അത് പെട്ടെന്ന് മാർക്കറ്റിൽ വിറ്റഴിക്കാൻ പറ്റുന്ന ഒരു തൊഴിൽ, അല്ലെങ്കിൽ മാർക്കറ്റിൽ പെട്ടെന്ന് തൊഴിൽ കിട്ടുന്ന പഠിത്തമായിരിക്കില്ല. അത് മനസ്സിലാക്കുക. അപ്പോൾ ചില കാര്യങ്ങൾ സാവകാശം കൊടുക്കേണ്ടി വരും. കാരണം അത് അയാളുടെ വ്യക്തിത്വമാണ്. അയാളുടെ വ്യക്തിത്വം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അയാളുടെ ജന്മസിദ്ധമായ വാസനകൾ, പരമ്പരാഗതമായ ഗുണങ്ങൾ, അതുപോലെ അയാൾ വളർന്ന സാഹചര്യം, ഇതെല്ലാം ചേർന്നാണല്ലോ വ്യക്തിത്വം ഉണ്ടാകുന്നത്. അപ്പോൾ അയാളെ മാത്രം നമുക്ക് പഴിക്കാനും പറ്റില്ല. ഇനി ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഈ ജോലി തേടി നടക്കുന്ന ചെറുപ്പക്കാരോട് എനിക്ക് ചിലത് പറയാനുണ്ട്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത്, നിങ്ങൾക്ക് ജോലി കിട്ടാൻ വൈകുന്നതിൽ നിങ്ങൾക്ക് കുറ്റബോധമൊന്നും വേണ്ട. ഒരു കുറ്റബോധമോ നിരാശയുടെ ആവശ്യമില്ല. കാരണം ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ഷോപ്പിൽ പോയി ഒരു സാധനം വാങ്ങിക്കാൻ ആര് പോയിരുന്നാലും ആ പൈസ കൊടുത്താൽ കിട്ടും പോലെ കിട്ടുന്നൊരു സംവിധാനമല്ല. നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല ജോലി കിട്ടാത്തത്. നിങ്ങൾ ശ്രമിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളെന്തിന് കുറ്റബോധം ഉണ്ടാവണം? അപ്പോൾ നിങ്ങൾ ചോദിക്കും, മറ്റുള്ളവർ ഞങ്ങളെ ഇങ്ങനെ ചോദിക്കുന്നില്ലേ എന്ന്. അത് ചോദിച്ചോട്ടെ. അപ്പോൾ മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ എല്ലാ വ്യക്തികളും നിങ്ങളോട് ചോദിക്കാറില്ല, ചില വ്യക്തികളെ ചോദിക്കാറുള്ളൂ. അങ്ങനെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചില വ്യക്തികൾ അത് മനഃപൂർവ്വം ചോദിക്കുന്നതാണ്. അത് അവരുടെ മനസ്സിൻ്റെ പക്വത ഇല്ലാത്തത് കൊണ്ടോ, ലോകപരിചയം ഇല്ലാത്തത് കൊണ്ടോ, അതുപോലെ തന്നെ മനുഷ്യനുണ്ടാവുന്ന വിഷമങ്ങൾ അറിയാത്തത് കൊണ്ടോ ചോദിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് നിങ്ങൾ അമിത പ്രാധാന്യം കൊടുക്കരുത്. അത് ബന്ധുക്കളാവാം, അയൽവക്കക്കാരാവാം, അന്യ ആളുകളാവാം, ആരായാലും ശരി. ആ ചോദ്യങ്ങളെ നിങ്ങൾ അവഗണിക്കുക. മാത്രമല്ല, അവരെ ഒളിച്ചു മാറി നടക്കുകയും ചെയ്യരുത്. അവരെ ഫേസ് ചെയ്യണം. മാത്രമല്ല, വീണ്ടും വീണ്ടും അവർ ചോദിക്കണം, ജോലിയൊന്നും ആയില്ലേ, അയ്യോ ജോലിയൊന്നും ആയില്ലേ,
എല്ലാവരും ജോലി കിട്ടിയല്ലോ, മറ്റുള്ളവർക്കൊക്കെ ജോലി കിട്ടിയല്ലോ, ഇങ്ങനെയുള്ള വാക്കുകൾ പറയുമ്പോൾ നിങ്ങൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കുക. ചേട്ടാ, എനിക്കൊരു ജോലി വാങ്ങിത്തരാമോ? അങ്കിളെ, എനിക്കൊരു ജോലി ശരിയാക്കി തരാമോ? ആൻറ്റി, ശരിയാണ്, ഒരു ജോലി വാങ്ങിത്തരാമോ? ഞാൻ ബയോഡേറ്റ ഒന്ന് കൊണ്ടുവരട്ടെ എന്ന് നേരിട്ട് ചോദിക്കൂ. അങ്ങനെ ചോദിച്ചാൽ എന്തായിരിക്കും അനുഭവം? അവർ പിന്നെ നിങ്ങളെ കണ്ടാൽ അവർ ഭയന്ന് മാറി നടക്കും. അത് വേണം ചെയ്യാൻ. അപ്പോൾ അല്ലാതെ നിങ്ങൾ അവരെ ഭയപ്പെടരുത്. എന്നാൽ പക്വതയില്ലാത്ത മനസ്സുകളാണ് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ വേറൊരു കാര്യം നിരീക്ഷിക്കുക. ഒരു ഗവൺമെൻറ് ജോലി കഷ്ടപ്പെട്ട് വാങ്ങിച്ചൊരു വ്യക്തി, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ജോലി സമ്പാദിച്ചൊരു വ്യക്തി, അവരാരും നിങ്ങളോട് ഇങ്ങനെ ആവർത്തിച്ച് ചോദിക്കാറില്ല. കാരണം അവർക്കറിയാം ജോലി കിട്ടുന്നത് അത്ര എളുപ്പമുള്ള സംഭവമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു കുറ്റബോധവും വേണ്ട, ഒന്നും ചെയ്യണം. പക്ഷേ നിങ്ങളുടെ പരിശ്രമം മുടക്കരുത്. എന്തെങ്കിലും ചെറിയ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് കയറിക്കോളൂ. പക്ഷേ അപ്പോഴും നിങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം മനസ്സിൽ നിന്ന് വിടരുത്. ആ ലക്ഷ്യം നിറവേറാൻ വേണ്ടി നിങ്ങൾ സ്വയം പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. ജോലിക്ക് പോകുന്ന സ്ഥലത്തും അവിടെയുള്ള അനുഭവങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അവിടെ നിന്ന് നമുക്ക് എന്തൊക്കെ ഉൾക്കൊള്ളാൻ പറ്റും, അല്ലെങ്കിൽ പുറത്തിറങ്ങുന്നതുകൊണ്ട്, മറ്റാളുകളുമായിട്ട് ഇടപെടുന്നതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന വലിയ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ എന്തൊക്കെ കാര്യങ്ങൾ നേടാൻ പറ്റും എന്നുള്ള ഉദ്ദേശത്തിൽ വേണം അങ്ങനെ പോകാൻ. അല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ലക്ഷ്യമുണ്ട്, ബുദ്ധിമുട്ടൊന്നുമില്ല, മറ്റ് സപ്പോർട്ടീവ് ആണെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ ബാക്കിയെല്ലാം മാറ്റി വെച്ചിട്ട് അതിനുവേണ്ടി നിങ്ങൾ പ്രയത്നിക്കൂ. അങ്ങനെയാണെങ്കിൽ ആ ജോലി അല്പം വൈകിയായിരുന്നാലും നിങ്ങൾക്ക് കിട്ടി എന്ന് വരും. അതുപോലെ നിങ്ങൾ കഴിയുന്നതും അകത്ത് സമയം ചെലവഴിക്കാൻ ശ്രമിക്കണം. വീട്ടിനകത്തുള്ള ചെറിയ ചെറിയ ജോലികൾ ചെയ്യണം. നിങ്ങളുടെ പരിശ്രമത്തോടൊപ്പം തന്നെ വീട്ടിലുള്ള സമയത്ത് എന്തെങ്കിലും ജോലി ചെയ്യാൻ ശ്രമിക്കുക. ഒറ്റയ്ക്ക് ഒരു റൂമിൽ വാതിലടച്ച് ഇരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. കഴിയുന്നതും മാതാപിതാക്കളോടും സഹോദരങ്ങളോടും ഇടപെട്ട് സംസാരിച്ച് അവർ പറയുന്നത് കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തി കഴിഞ്ഞു പോവുക. അങ്ങനെയാകുമ്പോൾ എന്താ സംഭവിക്കുക? നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളും അല്ലെങ്കിൽ അതുപോലെ എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രയത്നങ്ങളെക്കുറിച്ച് വീട്ടുകാർ മനസ്സിലാക്കും. അവരെന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ നിങ്ങളോട് പറയുന്നു, നിങ്ങളോടുള്ള വെറുപ്പ് കൊണ്ടല്ല, വിദ്വേഷം കൊണ്ടല്ല, മറിച്ച് അവരുടെ മനസ്സിലെ ആശങ്കയും ആഗ്രഹവും കൊണ്ട് പറയുന്നതാണെന്ന് മനസ്സിലാവും. അപ്പോൾ കൂടുതൽ ഇടപെടും തോറും പരസ്പരം നിങ്ങൾക്ക് മനസ്സിലാവാനും പരസ്പരമുള്ള അനാവശ്യ ധാരണകളൊക്കെ മാറി നല്ലൊരു ഇടപാട് ഉണ്ടാക്കാനും നിങ്ങൾക്ക് പറ്റി എന്ന് വരും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ചെറിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്, എങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നമസ്കാരം. മറ്റൊരു വിഷയമായിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമുക്ക് കാണാം. നന്ദി.